ഇതൊക്കെ എന്ത് ഞാൻ ഡോക്ടർ സെൻട്രൽ ജയില് എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. വക്രതയുള്ളതുകൊണ്ടാണ് തന്നെ തന്റെ മേളിൽ കയറിയത്. പൊട്ടത്തരം കാണിച്ചുകൊണ്ടിരുന്ന പയ്യെ വലിഞ്ഞു. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ, നീ തീർന്നടാ, നീ തീർന്നു. ഈ സെലിബ്രിറ്റീസ് ആയതിനു ശേഷം ഉണ്ടായ ജീവിതത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാ? ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണേ തന്നെ ഒന്നെങ്കിൽ ഞാൻ വേണം, അല്ലെങ്കിൽ അതിൽ മീഡിയക്കാരെ വിളിക്കും, അല്ലെങ്കിൽ പുറത്തിറങ്ങി പെണ്ണുങ്ങൾ വരുമ്പോ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. നിങ്ങളെ വെച്ച് നിങ്ങളെ കണ്ടുകഴിഞ്ഞ ഒരു ആലിയ ഭട്ടിന്റെ കണ്ടു ജസ്റ്റ് തോന്നി. ഇനിയെങ്കിലും ഈ വായനോട്ടൊക്കെ അവസാനിപ്പിച്ച് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്ക്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പുറത്തിറങ്ങിയാൽ കിടക്കണ്ട്. എന്നെ പേടിയായിട്ടൊന്നുമില്ല. എന്നെ വന്ന് ആൾക്കാരൊന്ന് കെട്ടിപ്പിടിച്ച് ഫോട്ടോ പൊട്ടത്തരൊന്നും. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. അല്ല, എന്തിനാ ക്യാൻസർ ആണെന്ന് പറഞ്ഞേ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എന്ത് ഫീൽഡ് ഔട്ട് ആവുന്നു എന്ന് പറഞ്ഞ ആ ഒരു സമയം തൊട്ടിട്ടാണോ? ഞാനൊരു വലിയ സംഭവം അല്ലേ, എല്ലാരും അടിച്ചു കയറി വാ. ഇപ്പോ ബ്രോയിലേക്ക് വന്നു കഴിഞ്ഞാല് നമ്മുടെ പെരേരയുടെ കൂടെ തന്നെ റൺവേ എന്ന മൂവി റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ചെയ്ത് എങ്ങനെയാ? ആണല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ അവനൊരു സാധനം പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ നമ്മുടെ അടുത്ത് നിന്ന് മാറി വേറെ ആൾക്കാരുടെ ചെയ്യാൻ നോക്കും. അവൻ അങ്ങനെ ഒരു പ്രത്യേകത. അതാണ് ഇപ്പൊ നമ്മൾ പിന്നെ അത് മാത്രമല്ല, അവന്റെ കൂടെ നിന്ന് വളർന്നു അവന് തോന്നിക്കഴിഞ്ഞാൽ അവൻ ചവിട്ടിക്കളെ. മനസ്സിലായോ? അങ്ങനെയാണോ? അപ്പൊ നേരെ തിരിച്ചല്ലേ പെരേര പറയാ? അവന് ഭയങ്കര ടെൻഷനാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാനിപ്പോ സിനിമ ഇത് പഠിച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് ഉള്ളത്. അപ്പൊ ഞാനിവന് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്ന സമയത്ത് ഞാൻ ഇവനെ വിളിക്കുമായിരുന്നു. കാരണം നമുക്കൊരു അക്കാഡമിയുണ്ട്, നമുക്ക് അവിടെ പോയി പഠിക്കാം. 1 ലക്ഷം രൂപ ഒറ്റയടിക്ക് കൊടുക്കണ്ട, നമുക്ക് കുറച്ച് കൊടുക്കുമ്പോ ഇവൻ വരില്ല. ഇവൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഞാൻ ഇവന് കൂടി പോകും. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ട് കാര്യമില്ല, നമുക്കൊരു ആക്ടിങ് എന്താണെന്ന് പഠിക്കണമല്ല. അതിന് വേണ്ടിട്ട് എന്നോട് മമ്മിയോട് അവിടെ പോയി പഠിക്കുന്നത്. അപ്പൊ ഇവനെ വിളിച്ചപ്പോ ഇവന്റെ അത്രയും ക്യാഷ് ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ഇത് പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇവൻ വൈറലായി കഴിഞ്ഞപ്പോ ഈ നമ്മുടെ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഫോറം മാളുടെ മുമ്പ് വെച്ചിട്ട് 200 രൂപ വേണ്ടി അഭിലാഷാട്ടായ പെരേരനെ തല്ലണേ രാത്രി. ഞാൻ കണ്ടോണ്ടിരിക്കണേ. ഞാനപ്പോ നൈറ്റ് ഓട്ടം കഴിഞ്ഞ് പകല് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടും പോകുക. അപ്പൊ ഞാൻ ഈ നൈറ്റ് ഓടാൻ പോകുമ്പോ ഞാൻ നോക്കുമ്പോ ഫോറം മാളിന്റെ അവിടെ വെച്ച് 200 രൂപ വേണ്ടി പെരേരനെ പിടിച്ച് ഫോറം മാളുടെ മുമ്പ് ഞാൻ പറയട്ടോ 200-150 രൂപ കണ്ട് തല്ലണേന്ന്. തല്ലുമ്പോ ഞാൻ ചെല്ലണേ ഈ സംഭവം കാണുന്നത്. ഞാൻ കണ്ടപ്പോ തന്നെ ഞാൻ ഇടയിൽ കയറി. അപ്പൊ പെരേരനെ എനിക്കറിയാം, അഭിലാഷൻ എനിക്കറിയില്ല. അപ്പൊ ഞാൻ ചെന്താ പെരേര എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ എന്നോട് എന്നെ തല്ലാൻ പറഞ്ഞടാ, ഈ പയ്യാള് പൈസ ചോദിക്കുന്നു. ഫോറമാളുടെ മുമ്പിൽ വെച്ചാണ് രാത്രി 11-12 മണിയായിട്ടുണ്ടോ. അപ്പൊ എന്നെ കണ്ടപ്പോ തന്നെ അഭിലാഷ് മേടിച്ചു. ഞാൻ പറഞ്ഞ എന്താ നീ എന്താ ചെയ്യണെന്ന് ചോദിച്ചു. എനിക്ക് വണ്ടിക്കാശില്ല. ഞാൻ പറഞ്ഞു നിനക്ക് വണ്ടിക്കാശ് ഞാൻ നിന്നെ കൊണ്ടാക്കി തരാന്ന് പറഞ്ഞു. ലാസ്റ്റ് ഇവനെ കൊണ്ടുപോയിട്ട് ആദ്യം പെരേനെ കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കിയത്. അവിടെ നിന്ന് നേരെ അഭിലാഷിനെ നേരെ വൈറ്റ് ലാബിലും കൊണ്ടാക്കി. അങ്ങനെയാണ് അഭിലാഷ് പറഞ്ഞിട്ട് പറഞ്ഞു എടാ വെള്ളിയാഴ്ച നീ അങ്ങോട്ട് വാന്ന് പറഞ്ഞു, നമ്മുടെ വനിതാ തിയേറ്ററിലേക്ക് വാന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് വന്നപ്പോ തന്നെ ഇവരുടെ ഇവിടെ ഞാനപ്പോ തയ്യൽ വിഷയ സിനിമ കഴിഞ്ഞിട്ട് നിക്കണേന് നല്ലൊരു വേഷം അതിനകത്ത് ചെയ്തായിരുന്നു. അപ്പൊ അതും കൂടി പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിട്ടാ വന്നത്. അത് ഇറങ്ങാൻ വേണ്ടി 1.5 വർഷം കാത്തിരിക്കണ്ടേ. ആ ഒരു 1.5 വർഷം ഇവരുടെ കൂടെ അങ്ങോട്ട് കൈമങ്ങാട് പോയി. വൈറലായി. ഞാൻ നമ്മുടെ സിനിമ ഒന്ന് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ്. പക്ഷെ ആ സിനിമ ഇറങ്ങാൻ 1.5 വർഷം വേണ്ടി വന്നു. രാകേഷ് ചേട്ടനാണ് ആ പടം. അപ്പൊ ആറാട്ടണ്ണന്റെയും പെരേരയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. വേറെ ഏതൊരു ചാനലിൽ വന്നാണ് റീൽസ് കണ്ടതാ. കുറെ നാൾക്ക് ശേഷം ആറാട്ടണ്ണനും പെരേരയും കണ്ടുമുട്ടിയപ്പോൾ എന്നാണ് അതിന്റെ താഴെ വന്നിരിക്കുന്ന ക്യാപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ കണ്ടുമുട്ടിയ സമയത്ത് നിങ്ങളുടെ ഇടയിലുള്ള ഈഗോ ക്ലാഷ് ഒക്കെ നിങ്ങൾ പുറത്ത് കാണിച്ചോ? അതോ നിങ്ങൾ എന്തിനായിരിക്കും ഇങ്ങനെ ഈഗോ വെച്ചോണ്ടിരിക്കുന്നത്? എനിക്ക് അയാളുടെ ഒരു പ്രശ്നമല്ല. ഞാൻ വന്ന് 1 വർഷം കഴിഞ്ഞാലും വന്ന എന്നോട് ഒരുപാട് പേര് അയാൾ ഒതുക്കാണെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അയാൾക്ക് ആദ്യം ഇന്റർവ്യൂ അറിഞ്ഞു കൊടുത്ത ആളെ ഞാനാണ്. പക്ഷെ വന്നു പോയി പറക്കുന്ന ആളാണ് ഞാൻ. എനിക്കൊരു ഈഗോ ക്ലാസും ഇല്ല. ഇപ്പൊ ഒന്നിച്ച് പ്രോഗ്രാം ചെയ്യണമെന്ന് എനിക്ക് കുഴപ്പമില്ല. പുള്ളി പറയുന്നത് പുള്ളിയൊപ്പം ചെയ്യാൻ പറ്റും, പുള്ളി ഒറ്റയ്ക്ക് ചെയ്യണം, ഞാൻ ഫീൽഡ് ഔട്ട് ആയി എന്നൊക്കെയാ അങ്ങനെ ഡയറക്റ്റ് പറഞ്ഞോ അണ്ണന്റെ അടുത്ത്? അതിന്റെ ഓഡിയോ ക്ലിപ്പ് എനിക്ക് കിട്ടിയിരുന്ന ഞാൻ
ഓ ഓ, ഞാൻ കേട്ടിരുന്നു. നിങ്ങളെ വെച്ച് കാര്യം നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒരു ആലിയ ഭട്ടിന്റെ കണ്ടു അതിപ്പോ എന്തിനാ പറഞ്ഞത്? അത് ജസ്റ്റ് എനിക്ക് തോന്നി. ഇപ്പൊ ഇതൊക്കെ തോന്നല്. ആലിയ ഭട്ട് ഈ തോന്നലാണെല്ലാം ആലിയ ഭട്ട് കണ്ടിട്ടുണ്ട്. അതിപ്പോ എന്തിനാ? ഇപ്പൊ തോന്നി തോട്ടാണ്. ഇപ്പൊ പറഞ്ഞു മറന്നു. ആണല്ലേ? താങ്ക് ആലിയ ഭട്ട് യു. കണ്ടു. ആലിയ ഭട്ട് ഇത് കേക്കണ്ട. ഓക്കെ ആറട്ടണ്ണ, ഇപ്പൊ പെരേരനെ വിളിച്ചു കഴിഞ്ഞാൽ പെരേര കോൾ എടുക്കോ? എന്താ നിങ്ങളുടെ എനിക്ക് ഇടയിലുള്ള കുഴപ്പമൊന്നുമില്ല. അയാൾ ഉണ്ടാകും. ഒന്ന് നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? ഞാൻ എന്താ പറയണേ നോക്കാലോ. ധാരാളം ഫീൽഡ് ഔട്ട് ആക്കിയാന്ന് നോക്കി. ഞാനിപ്പോ ഒരു ഇന്റർവ്യൂല് ഇരിക്കാണെന്ന് പറഞ്ഞോ. നിങ്ങൾ വിളിച്ചോ? നമ്പർ ഉണ്ടോ? താൻ വിളിക്കണോ? ആറട്ടെണ്ണം വിളിച്ചാൽ എന്റെ നമ്പർ പരിചയമില്ലല്ലോ. ആറട്ടെണ്ണ നമ്പർ ഒരു ഇന്റർവ്യൂലാണ്. നീയാണ് ഫീൽഡ് ഔട്ട് ചെയ്തതെന്ന് നീ ശരിയാണെന്ന് നോക്കി. ഒരു വോയിസ് കിട്ടിയിരുന്നു. എടുക്കോ? എടുക്കാൻ സാധ്യല്ല. പെരേരയ്ക്ക് 5-6 നമ്പർ ഉണ്ടല്ലേ? അത് കൊറേ പേര് അല്ലെ അവര് ഇവരൊക്കെ വർക്ക് എടുത്ത് അവരുടെ ഡ്രൈവറൊക്കെ ഇപ്പൊ വർക്ക് എടുത്ത് ചെയ്യണം. ഓ അങ്ങനെ. സ്വിച്ച് ഓഫ് ആണ്. പുതിയ വർക്കിലായിരിക്കും അല്ലെ? കഴിഞ്ഞ ദിവസം എന്തൊക്കെ വർക്കിലാണെന്നും പറയാൻ പറ്റില്ല. അതെന്താ അങ്ങനെ? എന്ത് വർക്കാണെന്ന് പറയാൻ പറ്റില്ല. ആണല്ലേ? ഓക്കെ. ഇപ്പൊ ഞാൻ ആറട്ടന്റെ കൈ നോക്കിയപ്പോ അതിനകത്ത് വോട്ട് ചെയ്ത പാടുണ്ട്. ഇലക്ഷനൊക്കെ നിൽക്കാൻ താല്പര്യമുണ്ടോ? നിൽക്കാൻ താല്പര്യമില്ല, പക്ഷെ രാഷ്ട്രീയം താല്പര്യമുണ്ട്. രാഷ്ട്രീയമുണ്ട്. ഏത് പാർട്ടിയാ? ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റിന്റെ അനുഭാവിയാണ്. ഇപ്പത്തെ കമ്മ്യൂണിസ്റ്റോട് യോജിപ്പില്ല. എന്തുകൊണ്ടാണ്? ഈ തവണ പ്രായോഗിക ഇപ്പത്തെ കമ്മ്യൂണിസ്റ്റ് എത്തുന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം അത്ര ഞാൻ പറയുന്നത് അർജുൻ പ്രശ്നം. എനിക്കിപ്പോ ഞാൻ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അനുഭവിയാണെങ്കിലും ഈ തവണ കോൺഗ്രസ് ചേർന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഇലക്ഷനിൽ കോൺഗ്രസ് ജയിക്കുകയും ചെയ്തു. അവർക്കാണോ വോട്ട് ചെയ്തേ? വോട്ട് ചെയ്ത് പറയാൻ പറ്റില്ല, പക്ഷെ അവരുടെ ആവശ്യമുണ്ട്. കാരണം ഇപ്പത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടായി. അതൊന്നും തട്ടുകെട്ടി ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ബസ്സിൽ ദിലീപ് ഏട്ടന്റെ മൂവി വെച്ചപ്പോ അത് നമ്മൾക്ക് കാണാൻ പറ്റാന്ന് കുറെ സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വളരെ ബാലിശായി പോയി. അയാൾ പറഞ്ഞ ഒരു ലോജിക് ഇല്ലാത്ത കാര്യമാണ്. കോടതി പോലും പറഞ്ഞ എല്ലാ കുറ്റക്കാരാണ്. അത് വെച്ച സിനിമ പറക്കളി അല്ലെ? ഒരു കാലത്ത് വമ്പൻ ഹിറ്റായിട്ടുള്ള ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും. ഇതിന്റെ ഇടയിൽ കുറെ പേര് കളിക്കുന്നുണ്ട്. പറഞ്ഞപ്പോ അവരുടെ ടൈമിൽ ഇപ്പൊ ഞാൻ കേട്ടായിരുന്നു ജെൻസി പിള്ളേർക്ക് അല്ലെങ്കിൽ ഈ 2K കിഡ്സിന് ആറട്ടണ്ണനെ അറിയില്ല, അല്ലെങ്കിൽ അറിയില്ലാത്തല്ല, ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാം. എന്നെ ഏറ്റവും കൂടുതൽ ചൊറിയുന്നവരാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചൊറിയുന്നേ? അവർക്കൊരു ജനറേഷൻ കോംപ്ലക്സ് ആണ്. ഞങ്ങളല്ല, ഞാൻ പറഞ്ഞ പഴയ ജനറേഷൻ ഇപ്പോഴത്തെ ജനറേഷനും പുതിയ ജനറേഷൻ അക്സെപ്റ്റ്, പക്ഷെ അവരുടെ ജനറേഷൻ മാത്രം അക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ ജെൻസി പിള്ളേര് ചെയ്യുമാതിരിയുള്ള കണ്ടന്റ് ഒക്കെ അല്ലേ ആറട്ടണ്ണനും ചെയ്യുന്നത്. വേറൊരു കേസ് വേറൊരു കാര്യം പറയാം. ഒന്നാമത് കുഴപ്പമാണ്, അവർ വളരെ ടോക്സിക് ആണ്. പിന്നെ അവർക്ക് ഡ്രഗ് യൂസ് ചെയ്തിട്ട് കൂടുതലാണ്. മിക്ക ഡ്രഗ്സ് ഉപയോഗിക്കും. അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട്. മറ്റേ വേദനിച്ച് എൻജോയ് ചെയ്യും. കളിയാക്കൽ എനിക്ക് പറ്റില്ല. ഞാൻ സന്തോഷിപ്പിച്ച് എൻജോയ് ചെയ്യണമെന്ന് നോക്കുന്നതാണ്. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞേ? താൻ അങ്ങനെയല്ലേ ചോദിച്ചെന്താ? അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് പറഞ്ഞെന്ന് വെച്ചാൽ റോട്ടിൽ കൂടി നടന്നു കഴിഞ്ഞാൽ ഒരാളുടെ ശല്യമില്ല. ചിലപ്പോ ഒരാൾ വന്നിട്ട് ചേട്ടൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ, അത്രേ ഉള്ളൂ. പക്ഷെ പേരൊക്കെ ഇപ്പോഴും ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പിള്ളേര് വന്നിട്ട് തോണ്ടാനും പിടിക്കാനും. ഇപ്പൊ മിനിഞ്ഞാന്ന് ഒരു ക്രിക്കറ്റ് കളിക്കാനായിട്ട് ആ ചെറിയ പിള്ളേരെ പച്ചക്കറി ഇവൻ പറയണം, നടുവരലൊക്കെ പൊക്കി കാണിക്കാൻ. അത് മീഡിയക്കാർ ജയിപ്പിക്കാണ് അവനെ കൊണ്ട്. അത് പോലീസ് കേസാവും. അത് കാര്യം എന്ന് വെച്ചാൽ നടുവരല് പൊക്കി കാണിക്കുക. ചെറിയ പിള്ളേരാ, 10-16 വയസ്സുള്ള പിള്ളേരാ. ഇവൻ പച്ചത്തെറി പറയാ. ഇവന്റെ ക്രിക്കറ്റ് കളി കണ്ടിട്ട് കൈയടിക്കുകയോ പോവുകയൊക്കെ ചെയ്തപ്പോ ഇവൻ പച്ചത്തെറി പറയാ. മീഡിയയിൽ കിടക്കുന്നുണ്ട്. പിന്നെ കുറച്ചിടം കഴിഞ്ഞപ്പോ നടുവരല് പൊക്കിയിട്ട് ആ ചെറിയ കുട്ടികളെ നോക്കുമ്പോ ആ പിള്ളേരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 10-16 വയസ്സുള്ള കുട്ടികൾ. ആ പിള്ളേരെ ഇവൻ നടുവരല് പൊക്കി എല്ലാവരെയും കാണിക്കുക. ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ല ഇവന്. ഞാനുണ്ടെങ്കിൽ ആ നടുവരല് ഞാൻ വീട് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. പൊട്ടത്തരം പറയല്ലേ, ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇങ്ങനെയൊക്കെ അതാ പറയുന്നത് പൊട്ടത്തരം കാണിക്കൊണ്ടിരുന്ന ഞാൻ കൂടുതൽ പയ്യെ വലിക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനത്തെ ഓരോ പൊട്ടത്തരങ്ങൾ കാണിക്കൊണ്ട് അപ്പൊ ആ ടൈമിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലേ? ഞാൻ സമ്മതിക്കില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇപ്പൊ പിള്ളേര് ഫോട്ടോ എടുക്കാൻ വന്നെങ്കിൽ ഇവൻ
ഭയങ്കര ഒച്ചപ്പാടും പേര് കൊടുക്കും. ഞാൻ ഉണ്ടെങ്കിൽ സമ്മതിക്കില്ല. കാര്യം ഞാൻ ഇവിടെ എടുക്കണം. മെന്റൽ ഹെൽത്ത് മാനസികാരോഗ്യം കുറച്ച് എഫക്ട് ആവുന്നുണ്ട്. ഇവന് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ തന്നെ ഒന്നെങ്കിൽ ഞാൻ വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയക്കാരെ വിളിക്കും, അല്ലെങ്കിൽ പുറത്തിറങ്ങില്ല. ഈ മീഡിയക്കാരെ വിളിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ്. മീഡിയക്കാർ വിളിച്ചിട്ട് കൊണ്ടുപോകണം. ആ മീഡിയക്കാർ പറ്റേ പൈസ മേടിച്ചിട്ടുണ്ട്. അവനെതിരെ തിരികെയും ചെയ്ത് അവനെ പറ്റി പറയുകയും ചെയ്യും. പിന്നെ അവനെ പറ്റി വീഡിയോ ഇടും, നല്ലതിടും, പിന്നെ ചീത്തയിടും. അവന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് തിന്നും. അതിന് പിന്നെ അത് തന്നെ ചെയ്യും. മീഡിയക്കാര് ഇത് തന്നെ പരിപാടി. അവനറിയില്ല ഇവനെ പറ്റിക്കണെന്നുള്ളത് അറിയില്ല. ഈ മീഡിയക്കാര് തന്നെ അവന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് തിന്നിട്ട് അവനെ കുറിച്ച് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു കേസ് ഉണ്ടായാല് ഈ കേസ് ഉണ്ടായിട്ട് അവർക്ക് ഈ വണ്ടിയുടെ ഉള്ളിട്ട് തല്ലിയിട്ട് ആ മറ്റേ ഡ്രൈവറെ വിളിച്ചിട്ട് തല്ലി പറഞ്ഞില്ലേ, അത് ശരിക്കുള്ള കേസ് എന്ന് വെച്ചാൽ ആ ഡ്രൈവറിനെ ജാതി പേര് വിളിച്ചിട്ടാണ്. ജാതി പേര് വിളിച്ച് ഇവൻ ആലുവ സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു. ഈ ഡ്രൈവർ ജാതി പേര് വിളിച്ച് ഭയങ്കര കേസാണ്. അങ്ങനെ ഇവൻ എന്നെ വിളിച്ച് കരച്ചിലായി, എടാ എന്തെങ്കിലും ഒന്ന് ചെയ്യ്, പെട്ടെന്ന് നീ എന്തെങ്കിലും ചെയ്യും, ഇവൻ കേസ് കൊടുത്തിട്ടുണ്ട്, ഡ്രൈവർ കേസ് കൊടുത്തിട്ടുണ്ട് പറയും. അപ്പൊ ഈ ഡ്രൈവറാണ് ഇവന്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവരെ കാറിൽ കൊണ്ടുപോകുന്നത് ഇവര് തന്നെയാണ്. അപ്പൊ ഇവര് തമ്മിൽ എന്തോ പൈസയുടെ വിഷയം ആയി കഴിഞ്ഞപ്പോ ഇവനെന്തോ പിടിച്ചിട്ട് ഇവനെ പിടിച്ച് നല്ലിട്ട് ഇടിച്ച് പെരയുടെ മുഖമൊക്കെ വീർത്തിരിക്കണായിരുന്നു. അടി ഇവര് കൊണ്ടിട്ട് ജാതി എന്തോ ഇവർ ജാതിയുടെ പേര് വിളിച്ചെന്നും പറഞ്ഞ കാര്യം പറയുമ്പോൾ സംസാരിക്കും. അപ്പൊ ജാതി പേര് വിളിച്ചെന്നും പറഞ്ഞ ആലുവ സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്ത് ഇവൻ എന്നെ വിളിച്ചിട്ട് കരച്ചിലായി പെരേര, എടാ ഒന്ന് നീ എങ്ങനെയെങ്കിലും വന്ന് രക്ഷിക്ക്, ജാതിയുടെ പേര് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു, എന്റെ വക്കീലിനെ വിളിച്ച് നേരെ ആലുവ സ്റ്റേഷനിൽ പോയി. അത് ഞാൻ ചെന്നപ്പോ ഇവനെ നേരെ അകത്തേക്ക് എടുത്തിട്ടാ, കാര്യം ജാതി പേര് വിളിച്ച് ഭയങ്കര കേസാണ്. അങ്ങനെ വക്കീല് ചെന്ന് സംസാരിച്ച് ഇവനെ ഇറക്കി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ ഇവർക്ക് റീച്ചില്ല. കുറെ നാളായിട്ട് ഇവരെ ചാനലിൽ റീച്ചില്ല. ലാസ്റ്റ് രണ്ടാമത് അണ്ണൻ ഇടപെട്ടിട്ട് അതല്ലേ വഴക്ക് മാറ്റി. ഇപ്പൊ അവര് പിന്നെ നടക്കുക. പക്ഷെ ഇവരുടെ ഉള്ളിൽ വേറെ ഗൂഢാലോചന ഉണ്ടെന്ന് അറിയില്ല. കാര്യം ഒരു പ്രാവശ്യം ഇവരെ പെടുത്തിയതാ അത് തന്നെ. ആ ചാനലുകാരി ഒരു പ്രാവശ്യം ഇവരുടെ പേരിൽ കേസ് കൊടുത്തിട്ട് ഞാൻ ഊരിക്കൊണ്ടുവന്നത്. വീണ്ടും ഇവർക്ക് റീച്ച് പറഞ്ഞപ്പോ വീണ്ടും അത് 3-4 ചാനലുണ്ട് ഇവർക്ക് തന്നെ. അപ്പൊ റീച്ച് പറഞ്ഞപ്പോ വീണ്ടും ഇവര് രണ്ടുപേരും കൈ കൊടുത്തിട്ട് വീണ്ടും ഇപ്പൊ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ഉള്ളിൽ ഇനി ഇവനോടുള്ള ദേഷ്യം ഉണ്ടാകുന്നൊന്നും അറിയില്ല. അപ്പൊ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ എന്തിനാ അവനെ വക്കീലിനെ കൊണ്ടുവന്ന് ഇറക്കിയെന്ന് ചോദിച്ചു. അല്ലെ റിമാൻഡ് കൊണ്ട് കേസാ, ജാതി പേര് വിളിച്ച് ഭയങ്കര കേസാ അത്. അത് ഞാൻ പോയി വക്കീലിനായിട്ട് ചെന്നില്ല. വീണ്ടും കൈ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ എന്നിട്ട് കണക്ഷൻ ഒന്നുമില്ല. അവനെ ഇപ്പൊ ഒറ്റക്കാണ് അവരായിട്ട് പോയേക്കണം. ഇനി അവര് വല്ല പരിപാടി ഒപ്പിച്ച് ഇവനെ വീട്ടിൽ എടുത്തോന്നൊരു പേടിയുണ്ട് എനിക്ക്. അത് ഒരു പ്രാവശ്യം ഞാൻ ഊരി കൊണ്ടുവന്നതാ. ഇപ്പൊ രണ്ടാമത് ആ ചാനലിൽ തന്നെ വന്നേക്കണം. അത് വലിയ നോക്കി കാണിക്കുന്നത് 10-16 വയസ്സുള്ള കുട്ടികളെ. എന്താവും അറിയില്ല, കേസാവോ ഒന്നും അറിയാൻ പാടില്ല. ഇപ്പൊ അങ്ങനെ അഭിനയിക്കുന്നതാണോ ഈ പൊട്ടൻ കളിച്ച് നടക്കുന്നത്? അതോ പൊട്ടത്തരമുണ്ട്, കുറച്ച് വക്രതയുണ്ട്, നേരെ ബുദ്ധിയില്ല. വക്രതയുള്ളതുകൊണ്ടാണ് തന്നെ തന്റെ മേളിൽ കയറിയത്. അതെ അല്ലേ? ഓക്കെ. ഇപ്പൊ കോണ്ടാക്ട് ഒന്നുമില്ലേ പെരേരയായിട്ട്? വിളിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം എന്തോ കാര്യത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പെങ്കൊച്ചി ഇവനെ പറ്റി എന്തോ മോശമായിട്ട് പറഞ്ഞെന്നും പറഞ്ഞു. ജീവിക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു. ഞാൻ അതുകൊണ്ട് പയ്യെ വലിഞ്ഞത്. കാര്യം എന്താന്ന് വെച്ചാൽ ഓരോ പെണ്ണുങ്ങളെ കൊണ്ട് ഇങ്ങനെ ഓരോ ദിവസം വരുമ്പോ എനിക്കിത് പറ്റൂല. കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ പറയണം, നമ്മളിത് എന്തെങ്കിലും ചെയ്ത് നമുക്ക് രണ്ടുപേർക്കും ഈ പെണ്ണുങ്ങളെ പല ഉദ്ദേശങ്ങളിലായിരിക്കും വന്നത്. നമ്മളപ്പോ എടുത്തോ ഇല്ലയോ ഒന്നും അറിയില്ല. ഇതുങ്ങൾ വരുമ്പോ ഞാൻ ഇങ്ങനെയായിട്ട് ഉടക്കാം. കാര്യം എന്തുകൊണ്ടാന്ന് വെച്ചാൽ വേണ്ട, നമുക്ക് നമ്മളുള്ളത് ചെയ്താൽ പോരെ. ഒരു പെണ്ണ് വന്ന് അതിന് ഒരാഴ്ച കഴിയുമ്പോ അടുത്ത പെണ്ണ് വരും. കാര്യം ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലം അതാണ്. അപ്പൊ ഈ പെണ്ണുങ്ങളെ കൊണ്ടുവരാൻ ഞാൻ പയ്യെ വലിഞ്ഞത്. ആറാട്ടണതിന് ആ പ്രശ്നമില്ല. അതെ. ഇപ്പൊ നമ്മള് കണ്ടിട്ടുണ്ട് രേണു ചേച്ചി ആണെങ്കിലും, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കൊറേ ശ്രീലക്ഷ്മി ബുദ്ധിമതിയാ. ഇല്ല അവന്റെ കൂടെ റീച്ച് ഒന്നുകൂടി കയറി ചെയ്തോണ്ടിട്ട് ശ്രീലക്ഷ്മി പയ്യെ വലിഞ്ഞു. ഇപ്പൊ ശരിക്കും പറഞ്ഞ ഈ പറയുന്ന പെരേരയാണോ മറ്റേ ഇവരെ ഒഴിവാക്കിയത്? അത് ഇവൻ ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവന് ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനോട് ഞാൻ പറയടാ, നമ്മള് ഒരാളെ വിളിച്ച വരാൻ താല്പര്യം വിളിക്കണ്ട. ഇവ 2000-3000 ഒക്കെ കൊടുക്കണം. അത് പണ്ട് മേടിക്കുമായിരുന്നു. ചേച്ചി ഇപ്പൊ ഇവൻ 3000-2000 കൊടുത്തു കഴിഞ്ഞാൽ വരും. കാര്യം ഒരു ബിഗ് ബോസ് ഇത് കഴിഞ്ഞിട്ട് വന്നത്. ഇവൻ ആ ഒരു പേയ്മെന്റ് പിടിച്ചിട്ട് ഇപ്പോഴും നിൽക്കുക. 2000-3000 അത്രേ കൊടുക്കുള്ളൂ. ഓക്കെ. ഈ പെരേരയ്ക്ക് എവിടെ ഈ പൈസ വരുന്നത്? അതല്ലേ പറഞ്ഞ ബർത്ത്ഡേ വിഷ്. ഓക്കെ. വേറെന്താ? സ്വർണം കിട്ടി. ആ കാശ് വെച്ചാണ് എല്ലാം പൊട്ടിയത്.
ഓ അങ്ങനെ. അപ്പൊ ഈ ഭാവിയിലേക്ക് ഒരു കൈമുതൽ അങ്ങനെ ഭാവിയിൽ അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങനത്തെ കാര്യങ്ങൾ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആണ്. അവന്റെ വീട്ടിലായാലും അമ്മയിലും എനിക്ക് കടമുണ്ട് 25 ലക്ഷം തോന്നുന്നു. അവൻ പറഞ്ഞില്ല, അവര് വീട്ടുകാർ. പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞത്, ഞങ്ങക്ക് ഒരു ഇന്റർവ്യൂ തന്നപ്പോ എന്റെ അടുത്ത് നിങ്ങളെ കയ്യിൽ പറഞ്ഞു പേര് പറഞ്ഞത് ഈ ഡിസംബറിൽ എങ്ങോ പുറത്തു പോവാണ്, ആറാട്ടനൊക്കെ എല്ലാരും കൂടിയിട്ടാ പുറത്തു പോകണേന്നാ പറയുന്നത്, ഏതോ ഒരു രാജ്യത്ത്. അങ്ങനെ വല്ല പ്ലാൻ ഉണ്ടോ? മണ്ടന്മാരുണ്ടല്ലോ ഇല്ല, ചുമ്മാ പറഞ്ഞാണോ ഇപ്പൊ പെരേര? എന്റെ പ്ലാൻ വേറെയാണ്. എന്താ പ്ലാൻ? ഞാൻ ഡോക്ടർ ചെയ്തോണ്ടിരിക്കുകയാണ്. അത് പോകാൻ പറ്റൂലല്ലോ, അത് കേസം കൊണ്ട് 2 വർഷത്തിൽ പോകാൻ പറ്റില്ല, 3 വർഷത്തിൽ പോകാൻ പറ്റില്ല. അതെ എന്റെ അമ്മയുടെ കാശ് യൂറോപ്പിൽ കൊണ്ടുപോകും. അവിടെ പോയ അത് മാത്രമല്ല കേസ് വീടാണ്ട് യൂറോപ്പിലൊന്നും പോകാൻ പറ്റും. കേസ് തീർന്നു വരാം. അത് ബോക്സിൽ കളയാൻ പറ്റും. 1-2 കേസല്ലേ, 4 കേസല്ലേ? 3 കേസ്. എന്തൊക്കെ കേസുകള്? കള്ളക്കേസാണോ എല്ലാം? ഓക്കെ. നമ്മൾ അന്ന് സംസാരിച്ചിരുന്ന ടൈമില് അന്ന് മറ്റേ സിനിമ സ്ത്രീകളെ പറഞ്ഞ ആ ഇഷ്യൂ അതല്ലാണ്ട് വേറെ ഉണ്ടോ കേസുകൾ? ട്രാൻസ്ജെൻഡർ കേസ് ആളെ കണ്ടുകൊള്ളുമില്ല, ഓ ഇതുവരെ കണ്ടിട്ടുള്ളൂല്ല. ആ കേസിൽ ഇയാൾ മാത്രം ജാമ്യം എടുത്തിട്ടുള്ളൂ അല്ലേ? ജാമ്യം എടുത്തിട്ടില്ല. വേറെ പ്രതിയാണ്. ഇതിന്റെ പിന്നിൽ എല്ലാം കളിക്കുന്ന ആറാട്ടുകൾ ഗ്രൂപ്പ് ഉണ്ട്, അവരാണ് ഈ കളിമ കളിക്കുന്നത്. ആ സമയത്ത് ഞാൻ ഇല്ല, ട്രാൻസ്ജെൻഡർ കേസ് ഞാൻ ആളെ കണ്ടിട്ടുള്ളൂല്ല. ഞാനിപ്പോ വന്നിട്ട് 1 വർഷമായിട്ടുള്ളൂ. അതിന് മുമ്പുള്ള കേസാണ്. ഇപ്പൊ ഒരാളുടെ പേരിൽ കളകേസിലെല്ലാം എടുപ്പ് കാര്യമാണ്, ഒരു പ്രശ്നമല്ല. പോലീസ് എല്ലാം കറക്റ്റാണ്. ഇപ്പൊ ഈ 2000-ലും 2000-ന് ശേഷവും ജനിച്ച കുട്ടികളാണല്ലോ ആറാട്ടനെ അറിയില്ല, അല്ലെങ്കിൽ ആറാട്ടന്റെ അടുത്ത് ഭയങ്കര പക്ഷെ അവർക്ക് ജനറേഷൻ കോംപ്ലക്സ് ശല്യപ്പെടുത്തുന്നില്ലല്ലോ. ഞാൻ സെൽഫി എടുത്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമല്ല. അപ്പൊ ആ കുട്ടികളെ സെൽഫി ഒക്കെ എടുക്കാൻ വരാറുണ്ട്. എല്ലാവരും സെൽഫി സെൽഫി എടുക്കാറില്ല. സെൽഫി എടുക്കാറില്ല. പിന്നെ എന്റെ പിള്ളേർ ഡ്രഗ്സ് ഒക്കെയാണ്, അത് നമുക്ക് അടി കൊടുക്കും. കാരണം ഞാൻ എല്ലാവരും സെൽഫി എടുക്കാറുണ്ട്. ഈ പറയുന്ന എല്ലാ കുട്ടികളും ഇങ്ങനെ ഡ്രഗ്സ് അഡിക്റ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവര് ഡ്രിങ്ക്സ് ഇല്ല, ആൽക്കഹോൾ അത്രയില്ല, പക്ഷെ ഡ്രഗ്സുമായി പ്രശ്നമായിരിക്കും. കൂട്ടിയിരിക്കുക ജോലിമാർ വളരെ അവിടെ പോകുമ്പോൾ വളരെ ടോക്സിക് ഏരിയ. നമ്മൾ റെസ്പോണ്ട് ചെയ്യുക, അവര് സെൽഫി കൊടുത്തില്ല വന്നു കഴിഞ്ഞാൽ ഒരു സംഭവം നടന്നാണ് അവിടെ. ഇപ്പൊ ഈ പെരേര കുറെ ഗേൾസിനെ കൊണ്ടുവരുന്നുണ്ടല്ലോ, പുതിയ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാം, ഇങ്ങനെ സിനിമയിലൊക്കെ കയറ്റാന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറയാ ഒരിടയ്ക്ക് ഈ പെരേരയും വേറൊരു മരിയോ എന്ന് പറഞ്ഞ ആരോ, എനിക്ക് പേരറിയില്ല, അവരായിട്ട് ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അവര് അതെ. അപ്പൊ അവരിപ്പോ എന്താ ചെയ്തേ? അതറിയില്ല. പ്രാവശ്യം കേസ് കൊടുക്കാൻ പോയിട്ട് ഇവർക്ക് കരഞ്ഞത് ഓർമ്മയുണ്ട്. ആ വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പീഡിപ്പിക്കാൻ നോക്കിയെന്ന് പറഞ്ഞ് കേസ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി അവര് ഭയങ്കരമായിട്ട് കിടന്ന് കരഞ്ഞതാ. അന്നേരം ഞാൻ ഈ വീഡിയോ കണ്ടപ്പോ ഞാൻ പറയടാ, നീ ഒരു പ്രാവശ്യം ഇതേപോലെ പെണ്ണിന്റെ കാര്യം പറഞ്ഞ് അവള് കേസ് കൊടുക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ ഇവൻ മീഡിയ മൊത്തം വിളിച്ച് കരച്ചിലായിരുന്നു. ഇനിയും വീണ്ടും നീ പോയി പെടല്ലേ, ഈ പെണ്ണുങ്ങളായിട്ടുള്ള പരിപാടി നിർത്ത്. നമുക്ക് ഇപ്പൊ ഞാൻ തന്നെ ഈ സിനിമ പ്രൂഫ് പഠിച്ചുകൊണ്ടിട്ടാണ് ഞാൻ ആ വാളയാർ പരമേശ്വരൻ മര്യാദ ചെയ്തത്. അത് കോമഡി ആക്കി. എന്നാലും അത് 7 മില്യൺ 8 മില്യണോളം കയറി. ഞാനാണ് ഇതിനകത്ത് പഠിപ്പിച്ചത്. ഈ അഭിലാഷ് ആയാലും ഓരോ പെണ്ണുങ്ങളെ കൊണ്ടിട്ട് അതിന് ഞാൻ ഇവരോട് ഉൾക്കൊള്ളുന്നില്ല, ഇവരോട് കൂടെ നിൽക്കുന്നില്ല. അതൊക്കെയാണ് ഇവർക്ക് പ്രശ്നം. ഞാൻ അതിൽ അങ്ങനെ ഇതാകണമെന്നില്ല. ഒപ്പം ഉടക്കും കാര്യങ്ങളൊക്കെ അതിന്റെ ഇടയിൽ വരുന്നുണ്ട്. കാര്യം പെണ്ണുങ്ങൾ വരുമ്പോ എനിക്ക് ഭയങ്കര പ്രശ്നമുണ്ട്. നാണത്തിന്റെ അല്ല, അത് തനിക്ക് അറിയാൻ പാടില്ലാത്ത ഇന്നത്തെ കാലത്ത്. എനിക്ക് താല്പര്യമില്ലാത്ത കേസാണ്. അതല്ല, നമ്മള് ഇപ്പൊ ഫെയിമായിട്ടിരിക്കുമ്പോ നമ്മളെ തകർക്കാൻ വേണ്ടി ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട്. പെരേര ഇറങ്ങുന്നത് അറിഞ്ഞല്ല, താൻ പോയിട്ട് ജാമ്യം എടുത്ത് എന്തിനാ, താൻ കണ്ടിട്ട് പോലും ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അതൊക്കെ ഈ സെലിബ്രിറ്റീസ് ആയതിനു ശേഷം ഉണ്ടായ ജീവിതത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാ? മനസ്സമാനം പോയി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പുറത്തിറങ്ങിയ കടക്കുന്നുണ്ട്. എന്നെ പേടിയായിട്ടൊന്നുമില്ല. എന്നെ വന്ന് ആൾക്കാരൊന്ന് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കാൻ ഇവരടുത്ത് കാണിക്കണമെങ്കിൽ ഇവരടുത്ത് കാണിക്കുന്ന പൊട്ടത്തരൊന്നും എന്റെ അടുത്ത് കാണിക്കണമെന്നില്ല. മലബാർ ഏരിയ അവിടുത്തെ ആൾക്കാരല്ല, മലപ്പുറം കോഴിക്കോട് അവിടുത്തെ ആൾക്കാരല്ല സംസാരിക്കാം. ക്യാൻസർ സാധനം എടുത്തിട്ട് അല്ല, എന്തിനാ ക്യാൻസർ ആണെന്ന് പറഞ്ഞേ? അത് നിവൃത്തിയില്ലാതെ ചെയ്തതാണ്. എന്താ അത്ര നിവൃത്തിയില്ലാതെ വന്നേ? ഓണമുണ്ടാക്കി നിവൃത്തിയില്ലാതെ ചെയ്തതാണ്. എന്തിനായിരുന്നു അങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തത്?
ആ സമയത്ത് തോന്നി ചെയ്തു. എന്ത് ഫീൽഡ് ഔട്ട് ആവുന്നു എന്ന് പറഞ്ഞ ആ ഒരു സമയം തൊട്ടിട്ടാണോ? അത് ശേഷമാണ് കേൾക്കാണ്. അത് മുമ്പേ സിനിമാ നടിമാരെ ഒരുപാട് വിളിച്ച് ആരാ ആരെ വിളിച്ചേ? സിനിമാ നടന്മാരെ വിളിച്ചില്ല. ആരൊക്കെ വിളിച്ചു? ആ പേര് പറഞ്ഞേ. ആണല്ലേ? അതെ. ഈ അനാർക്കലി വിളിച്ചിട്ടുണ്ടായിരുന്നോ? പിന്നല്ല, അനാർക്കലി വിളിച്ചിരുന്നോ? ഒരുപാട് പേരുണ്ട്. കൊറേ പേര് വിളിച്ചല്ലേ? അല്ല, ആറാട്ടണ്ണന് 2 ദിവസം കൂടി ഉള്ളത് പറഞ്ഞ ഞാൻ എന്തൊക്കെ ദിവസം സ്വപ്നം കണ്ടുവന്നോ? ആറാട്ടണ്ണന്റെ കാര്യം ഞാനായിരിക്കും ഒരു മൈൻഡൊക്കെ വന്നിരിക്കും. ഇപ്പൊ എന്താ തോന്നുന്നത്? ഇപ്പൊ പോയില്ല. എനിക്കറിയാതെ ഇത് മേക്കാണെന്ന്. പക്ഷെ അതിന്റെ താഴെ കൊറേ കമന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഇതൊക്കെ ഫേക്ക് ആണെന്ന് അറിഞ്ഞ പിന്നെ പോസിറ്റീവായിട്ട് വന്നു. പിന്നെ ഫോട്ടോ വെച്ചിട്ട് കുറെ പേര് ഞങ്ങളോട് അതെയോ? ഓ അതൊക്കെ കണ്ടോണ്ടാണോ പിന്നെ ഞാൻ ഇല്ല ഇല്ല, ഈ കുഞ്ഞു കുട്ടികൾക്ക് വരെ അറിയാം. അറിയാം. ഇതിനെല്ലാം കാരണം ആറാട്ടം എന്ന് പറയുന്ന മൂവിയാണ് അല്ലെ? ഓ, എനിക്കും ഫെയിം ആവണം എന്നുള്ളൊരു സാധനം വെച്ചിട്ടല്ലേ? ഓക്കെ. എന്താ നിങ്ങൾ ഓർക്കണം, യൂട്യൂബിന്റെ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനെ ആരും അല്ല. ചെവിത്താൻ പുള്ളിയാണ് യൂട്യൂബ് ആദ്യം 2012-13 സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്.